ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ബോണസിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. കുറേ നാളുകൾക്ക് മുന്നേ ഫേസ്ബുക്ക് നമുക്ക് ബോണസ് പ്രോഗ്രാം തന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ നമ്മൾ ഇത്ര രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ നമുക്ക് വീണ്ടും എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ബോണസ് അത് ഒത്തിരി കിട്ടിയിട്ടുള്ളവരുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ റാൻഡംലി ആയിരുന്നു, കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക. അവരൊരു പരീക്ഷണാർത്ഥം ചെയ്തായിരുന്നു. അത് സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ബോണസ് ആയിട്ട്. എനിക്ക് 2 പ്രാവശ്യം എൻ്റെ 2 പേജിന് ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സൗണ്ട് തീരെ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ത്രോട്ടിന് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണസ് പ്രോഗ്രാം ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾക്കല്ല നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിലേക്ക് തന്നെ പോകാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ടു ബ്രേക്ക് ത്രൂ ബോണസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകും. അവിടെയൊക്കെ വായിക്കാനുണ്ട്, നിങ്ങൾ സമയം പോലെ വായിക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ ഫോർ ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് അപ്ലൈ ഓൺ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ സംഭവം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതും കുറേ നമുക്ക് വായിക്കാനായിട്ട് ആർക്കൊക്കെ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ ഉള്ളതാണ്. ഞാനത് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. പോസ്റ്റ് 20 റീൽസ് അതായത് ഹൗ ടു ഏൺ അത് ബേസ്ഡ് ഉണ്ട്. US ബേസ്ഡ് ക്രിയേറ്റേഴ്സ് ക്യാൻ ഏൺ 3 ബോണസ് ബൈ കംപ്ലീറ്റിംഗ് ദ ഫോളോയിങ് 30 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. US-കാർക്കാണ് അവർ മെയിനായിട്ട് ആദ്യം ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്ത് ഇടാം കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത ഇതിൽ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ചൂസ് ഓർ ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റഗ്രാമിനകത്തും നമുക്ക് ഫേസ്ബുക്കിനകത്തും ഒരുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൂടെ ഇതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. സബ്മിറ്റ് ഫോർ റിവ്യൂ, വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ് ഫോർ ദ ഡിസിഷൻ. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ തരും. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം ഫേസ്ബുക്ക് പേജ് കാണിക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റഗ്രാമും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇനി കൺഫേം യുവർ ഓൺലൈൻ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിനകത്ത് നമുക്ക് വേറെ ഉള്ളത് ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ നമ്മുടെ ലിങ്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. യൂട്യൂബിൻ്റെ ലിങ്ക് എന്നാന്ന് വെച്ചാൽ കാരണം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റിനീസ് സുരേഷ് എന്ന് കൊടുത്തിട്ട് വരുന്നില്ല. ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ റിനീസ് സുരേഷാണ്. അപ്പോൾ എനിക്കൊന്നും സ്പേസ് ഇടാത്തത് കൊണ്ടായിരിക്കാം ഈ റിനീസ് സുരേഷ് എന്ന് പറയുന്നത്, സ്പേസ് ഇട്ടേക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ വന്നേക്കുന്നത്. എന്നാ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഓഫ് ഫോളോവേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലുള്ളത് 12,596 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ എല്ലാം ഓക്കെ ആണ്. അവർ തന്നെ അതിനകത്തെല്ലാം നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാം കറക്റ്റാണ്. ഇഫ് അപ്രൂവ്ഡ് യു വിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പരും മെയിൽ അഡ്രസ്സും കൂടെ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുത്താൽ മാത്രം മതി കേട്ടോ. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിലും ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് അവർ റിപ്ലൈ തരും കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ എനിക്ക് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ദെയർ ഈസ് എൻ അപ്ഡേറ്റ് ഓൺ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. റിവ്യൂ ദ സ്റ്റാറ്റസ് ഓഫ് യുവർ ബ്രേക്ക് ത്രൂ ബോണസ് ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം. കിട്ടിക്കാണത്തില്ല, എന്തായാലും വ്യൂ സ്റ്റാറ്റസ് എന്ന് നോക്കാം. യു ഹാവ് ബീൻ ആഡഡ് ടു ദ വെയിറ്റ് ലിസ്റ്റ്. യുവർ ആപ്ലിക്കേഷൻ ടു ഏൺ ബ്രേക്ക് ത്രൂ ബോണസ് വാസിൻ്റ് അപ്രൂവ്ഡ് ആൻഡ് യു വെയർ ആഡഡ് ടു യുവർ വെയിറ്റ് ലിസ്റ്റ്. അതായത് നമുക്ക് അപ്രൂവ് ആയിട്ടില്ല, വാസിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അപ്രൂവ് ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, US-ലുള്ളവർക്കാണ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ എപ്പോഴായാലും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേരെ. ഇത് റെഡിയായി മറ്റുള്ള കൺട്രിക്കൊക്കെ ഇവർ അപ്രൂവ് കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പം നമ്മൾ ആദ്യം കൊടുത്തിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പരിഗണന കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മളല്ലാത്ത ബോണസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഫോളോവേഴ്സ് നോക്കിയിട്ട് ഒന്നുമല്ല, ഇത് റാൻഡംലി കുറച്ച് പേരെ അവർ സെലക്ട് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഉണ്ട്, വി വിൽ കണ്ടിന്യൂ ടു റിവ്യൂ ആപ്ലിക്കേഷൻ ആൻഡ് നോട്ടിഫൈ യു ടു യുവർ സ്റ്റാറ്റസ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല എങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഉടനെ തന്നെ, അതായത് ഇത് അപ്ഡേറ്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക്
പ്രയോജനം ഉണ്ടാകും. എന്തായാലും നിങ്ങളിതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ്. ബൈ ബൈ.